Dear students, welcome back to macroeconomics. In macroeconomics, in the last session, we have discussed about the derivation of LM curve and the diagram of LM curve. Today we are going to discuss about the slope of the LM curve. Okay, LM curve slope ne kurichittana innathe class il nammal discuss cheyyunnathu. The LM curve slopes upward from left to right because given the supply of money and increase in the level of income increases the demand for money, which leads to higher rate of interest. As we know, the LM curve is upward sloping from left to right. Left to right. ഇതൊരു upward sloping curve ആണ്. Then അതുപോലെ തന്നെ ബിക്കോസ് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവൺ സപ്ലൈ ഓഫ് മണി ആൻഡ് ഇൻക്രീസ് ഇൻ ദ ലെവൽ ഓഫ് ഇൻകം ഇൻക്രീസ് ദ ഡിമാൻഡ് ഫോർ മണി വിച്ച് ലീഡ്സ് ടു ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, സപ്ലൈ ഓഫ് മണി കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുന്നു. ദെൻ ഇൻക്രീസ് ഇൻ ദി ലെവൽ ഓഫ് ഇൻകം, ആളുകളുടെ ഇൻകം വർദ്ധിക്കുന്നത് എന്താ, ദാറ്റ് ഇൻക്രീസസ് ദ ഡിമാൻഡ് ഫോർ മണി വിച്ച് ലീഡ്സ് ടു ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അത് ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിക്കുന്നതിനും കാരണമാവുന്നു. നമ്മൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകൾ കൂടുതലായിട്ട് ബോണ്ടുകളിലും ഷെയറുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നു. ദെൻ സ്വാഭാവികമായിട്ടും അത്തരമുള്ള പ്രവണത വർദ്ധിച്ചു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിക്കുന്നതിനത് കാരണമാവുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു LM കർവ് അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ട് നിലനിൽക്കുന്നത്. This in turn reduces the demand for money and thus keeps the demand for money equal to the supply of money. അപ്പോൾ ഇത്തരത്തിൽ ഡിമാൻഡ് ഫോർ മണി വർദ്ധിക്കുന്നതുകൊണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഉണ്ടാകുന്ന വർധനവ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകൾ ഈ ഒരു സ്പെക്കുലേഷനിലൊക്കെ കുറവ് സംഭവിക്കുകയും ദെൻ ദാറ്റ് റെഡ്യൂസസ് ദ ഡിമാൻഡ് ഫോർ മണി അല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാകുന്ന വർധനവ് ഈ ഒരു ഡിമാൻഡ് ഫോർ മണിയിൽ കുറയ്ക്കുന്നതിന് കാരണമാവുന്നു. ആൻഡ് ദസ് കീപ്സ് ദ ഡിമാൻഡ് ഫോർ മണി ഈക്വൽ ടു ദ സപ്ലൈ ഓഫ് മണി. ഓക്കെ, അങ്ങനെ മണി മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലെത്തും. സോ ഡിമാൻഡ് ഫോർ മണിയും സപ്ലൈ ഓഫ് മണിയും തുല്യമാവുന്ന പോയിൻ്റാണ് മണി മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. The smaller the responsiveness of the demand for money to income and the larger the responsiveness of the demand for money to the rate of interest, the flatter will be the LM curve. ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ. ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ഇൻകത്തിലുണ്ടാകുന്ന വർധനവിന് ആനുപാതികമായിട്ടുള്ള വർധനവ് ഡിമാൻഡ് ഫോർ മണിയിൽ ഉണ്ടാകുന്നില്ല. അതിൻ്റെ റെസ്പോൺസീവ്നെസ് വളരെയധികം കുറവാണ്. അതേപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലുണ്ടാകുന്ന വർധനവിന് അതിൻ്റെ അനുസരിച്ചിട്ട് എന്താണ് ഈ ഒരു ഡിമാൻഡ് ഫോർ മണിയിൽ വളരെയധികം വ്യത്യാസം സംഭവിക്കുന്നത്. അതായത് റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ഫോർ മണി ഈസ് ലാർജർ ടു ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ അത്തരം സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ദ LM കർവ് വിൽ ബി ഫ്ലാറ്റർ. ഓക്കെ, LM കർവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് കുറച്ച് ഫ്ലാറ്റർ ആയിട്ടുള്ള കർവായിരിക്കും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഇൻകത്തിലുണ്ടാകുന്ന വർധനവിനുള്ള ഇൻകത്തിലുണ്ടാകുന്ന ചേഞ്ചിൻ്റെ ആനുപാതികമായിട്ടുള്ള റെസ്പോൺസീവ്നെസ് ഡിമാൻഡ് ഫോർ മണിയിൽ ഉണ്ടാകുന്നില്ല. സ്മാൾ റെസ്പോൺസീവ്നെസ് ആണ് ഡിമാൻഡ് ഫോർ മണിയിൽ ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലുണ്ടാകുന്നതിന് ലാർജർ റെസ്പോൺസീവ്നെസ് ആണ് ഡിമാൻഡ് ഫോർ മണിയിൽ ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ LM കർവ് വിൽ ബി ഫ്ലാറ്റർ. ഓക്കെ, this means that a given change in income has a smaller effect on interest rate. ഓക്കെ, അപ്പോൾ ഇവിടെ LM കർവ് ഫ്ലാറ്റർ കർവ് ആണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, എ ഗിവൺ ചേഞ്ച് ഇൻ ഇൻകം ഹാസ് എ സ്മാളർ എഫക്റ്റ് ഓൺ ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, ഇൻകത്തിലുണ്ടാവുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റിൽ എന്താണ് ചെറിയൊരു എഫക്റ്റ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Then the LM curve is steeper if a given change in income has a larger effect on the rate of interest. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ് കേസാണ് ഇവിടെ കാണുന്നത് അല്ലേ. അതായത് LM കർവ് ഫ്ലാറ്റർ ആവുമ്പോഴാണ് ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിൽ ഇൻകത്തിലുണ്ടാകുന്ന വ്യത്യാസത്തിന് ചെറിയ എഫക്റ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് LM കർവ് ഈസ് എന്താണെന്ന് പറഞ്ഞു, ഫ്ലാറ്റർ ആണെന്ന് പറഞ്ഞു. ദെൻ LM കർവ് എപ്പോഴാണ് സ്റ്റീപ്പർ ആവുന്നത്, ഇഫ് എ ഗിവൺ ചേഞ്ച് ഇൻ ഇൻകം ഹാസ് എ ലാർജർ എഫക്റ്റ് ഓൺ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇൻ ദിസ് സിറ്റുവേഷൻ ദ റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ഫോർ മണി ടു ഇൻകം ഈസ് ലാർജർ ആൻഡ് സ്മാളർ ഫോർ ദ ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കും LM കർവ് സ്റ്റീപ്പറായിട്ട് മാറുന്നത്. ഇഫ് ദ ഡിമാൻഡ് ഫോർ മണി ഈസ് insensitive to the interest rate, the LM curve is vertical, that is it is perfectly inelastic. In the case a large change in the interest rate is accompanied by almost no change in the level of income to maintain money market equilibrium. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് ഫോർ മണി ഈസ് ഇൻസെൻസിറ്റീവ്, അതായത് അവിടെ റെസ്പോൺസീവ്നെസ് ഒന്നും തന്നെ ഇല്ലാതെ ഒരു മാറ്റവും ഇല്ലാതെ നിലനിൽക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ഇത് LM കർവ് ഈസ് വെർട്ടിക്കൽ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. ഇൻ ദിസ് കേസ് എ ലാർജ് ചേഞ്ച് ഇൻ ദ ഇൻട്രസ്റ്റ് റേറ്റ് അക്കമ്പനീഡ് ബൈ ഓൾമോസ്റ്റ് നോ ചേഞ്ച് ഇൻ ദി ലെവൽ ഓഫ് ഇൻകം ടു മെയിൻറ്റെയിൻ ദ മണി മാർക്കറ്റ് ഇക്വിലിബ്രിയം. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റിലുണ്ടാകുന്ന വ്യത്യാസം ഒരു ചേഞ്ചും ഇൻകത്തിൽ ഉണ്ടാവാതെ തന്നെ നിലനിർത്തുന്നു.
Then if the demand for money is very sensitive to the rate of interest, the LM curve is horizontal. അത് തന്നെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിമാൻഡ് ഫോർ മണി ഇൻട്രസ്റ്റ് റേറ്റിൽ വളരെയധികം സെൻസിറ്റീവ് ആണ്. അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാകുന്ന ചെറിയ വ്യത്യാസം ഡിമാൻഡ് ഫോർ മണിയിൽ വളരെ കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതിൻ്റെ റെസ്പോൺസീവ്നെസ് വളരെയധികം കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് LM കർവ് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. Okay, the LM curve is perfectly elastic in relation to the rate of interest. In other words, a small change in the interest rate is accompanied by a large change in the level of income to maintain the money market equilibrium. Okay, a small change in the interest rate accompanied by a large change in the level of income. That shows the horizontal LM curve. This portion of the LM curve at the extreme left is equivalent to the Keynesian liquidity trap. Okay, then ഷിഫ്റ്റ്സ് ഇൻ LM കർവ്. LM കർവിൽ എപ്പോഴാണ് ഷിഫ്റ്റ് സംഭവിക്കുക എന്നുള്ളതാണ്. LM കർവ് ഷിഫ്റ്റ് ടു ദ റൈറ്റ് വാർഡ് ഷിഫ്റ്റ് സംഭവിക്കുന്ന ഇൻക്രീസ് ഇൻ മണി സപ്ലൈയിൽ ഉണ്ടാകുന്ന വ്യത്യാസം, വർധനവ്, അതാണ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് കാരണമാവുന്നത്. ദാറ്റ് ഈസ് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസിയുടെയൊക്കെ ഭാഗമായിട്ടാണ് മണി സപ്ലൈ വർദ്ധിക്കുക. മണി സപ്ലൈ വർദ്ധിച്ചു കഴിഞ്ഞാൽ LM കർവ് മുൻപോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ദെൻ റിഡക്ഷൻ ഇൻ ദ മണി ഡിമാൻഡ്. ഓക്കെ, അതുപോലെ തന്നെ ഡിമാൻഡ് ഫോർ മണിയിൽ കുറവ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റേറ്റ് വാർഡ് ഷിഫ്റ്റ് സംഭവിക്കാം ഡ്യൂ ടു ATMs, ക്രെഡിറ്റ് കാർഡ്സ്, ഫിനാൻഷ്യൽ ഇന്നോവേഷൻ എക്സെട്ര. അപ്പോൾ ഈ ആളുകളുടെ കൈവശം വയ്ക്കാനുള്ള മണി ഡിമാൻഡ് അതിൽ കുറവ് സംഭവിക്കുമ്പോഴും അതുപോലെ തന്നെ മണി സപ്ലൈ വർദ്ധിക്കുമ്പോഴുമാണ് LM കർവ് മുന്നോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. ദെൻ LM കർവ് ഷിഫ്റ്റ് ടു ദ ലെഫ്റ്റ്. ബാക്ക്വാർഡ് ഷിഫ്റ്റ് എപ്പോഴാണ് സംഭവിക്കുക? ഡിക്രീസ് ഇൻ മണി സപ്ലൈ. മണി സപ്ലൈയിൽ കുറവ് സംഭവിക്കുമ്പോൾ, ദാറ്റ് ഈസ് കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസിയുടെ ഭാഗമായിട്ട് മണി സപ്ലൈയിൽ കുറവ് സംഭവിക്കുമ്പോഴൊക്കെയാണ് LM കർവ് ലെഫ്റ്റ് വാർഡ് ഷിഫ്റ്റ് സംഭവിക്കുന്നത്. ആൻഡ് ഇൻക്രീസ് ഇൻ മണി ഡിമാൻഡ്, അല്ലേ, മണി ഡിമാൻഡ് വർദ്ധിക്കുമ്പോഴും LM കർവ് ലെഫ്റ്റ് വാർഡ് ഷിഫ്റ്റ് സംഭവിക്കുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ഷിഫ്റ്റ് ഇൻ LM കർവ്. സ്ലോപ്പ് ഓഫ് LM കർവ് അതുപോലെ തന്നെ ഷിഫ്റ്റ് ഇൻ LM കർവാണ് പരിചയപ്പെട്ടത്. ഡിമാൻഡ് ഫോർ മണിയിലുണ്ടാവുന്ന റെസ്പോൺസീവ്നെസ് ടു ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ദാറ്റ് ഷോസ് ദ സ്ലോപ്പ് ഓഫ് ദ LM കർവ്, അല്ലേ. LM കർവിലെ സ്ലോപ്പിൽ വരുന്ന വ്യത്യാസം ഈ ഒരു ഡിമാൻഡിൻ്റെ റെസ്പോൺസീവ്നെസ്സിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. അതേപോലെ തന്നെ ഷിഫ്റ്റ് സംഭവിക്കുന്ന മണി സപ്ലൈയിലും അതുപോലെ തന്നെ ഡിമാൻഡിലും വരുന്ന വ്യത്യാസം കൊണ്ട് LM കർവിലുണ്ടാകുന്ന ഷിഫ്റ്റും എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.